മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ജാമ്യം ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. കേരളത്തിൽ നിന്നുള്ള എംപിമാർ അമിത്ഷായെ കണ്ടതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയത്. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ എതിർക്കില്ലെന്നും അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് നേതാക്കൾ അറിയിക്കുന്നുണ്ട്. മേൽ പത്രവാർത്തയ്ക്കെല്ലാം അടിസ്ഥാനം അമിത്ഷായുമായി നടത്തിയ ചർച്ചയെന്ന് കേരളത്തിൽ നിന്നുമുള്ള എംപിമാർ നൽകിയ വിവരമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ തുടർഭാഗങ്ങളും ഇതര വേർഷനുകളും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ക്രെഡിറ്റ് അടിക്കാനുള്ള കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ ഇരുതല മൂർച്ചയുള്ള പ്രയോഗം ആണിതെന്നാണ്. കേരള BJPയും കേരളത്തിൽ നിന്ന് മന്ത്രിയായവരും തലകുത്തി നിന്നിട്ട് സാധിക്കാത്ത രക്ഷാപ്രവർത്തനമുണ്ടല്ലോ, അത് തങ്ങളാണ് നടത്തിയതെന്ന പ്രതീതി സൃഷ്ടിക്കാൻ തന്നെയാണ് ഇവരുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. ക്രിമിനൽ പ്രവൃത്തിയുടെ മേലുള്ള നിയമ നടപടിയെ ക്രിസ്ത്യാനികൾക്ക് ആകെ എതിരായ നീക്കമായി വ്യാഖ്യാനിച്ചെടുക്കാൻ നേരത്തെ തന്നെ അവർക്ക് സാധിച്ചു. വിചാരശേഷി കൈമോശപ്പെടുത്തിയ കേരള BJPയും ഇതേ വേഷൻ അംഗീകരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചതെന്നുകൊണ്ട് അക്കാര്യത്തിൽ കൂടുതൽ എളുപ്പമായല്ലോ. അഥവാ കോടതി നടപടികൾ എതിരായാൽ അത് വെച്ച് അമിത്ഷാ ചതിച്ചു, വാക്കു പാലിച്ചില്ല എന്ന അടുത്ത കുറ്റപ്രചാരണം ആരംഭിക്കുകയും ചെയ്യാം. നിയമ സംവിധാനങ്ങളെയും നിയമപ്രക്രിയകളെയും അമിത്ഷായും കേന്ദ്ര സർക്കാരും BJPയും യഥേഷ്ടം രക്ഷിക്കാനും ശിക്ഷിക്കാനും ദുരുപയോഗപ്പെടുത്താറുണ്ട് എന്ന ഗുരുതരവും ആപത്കരവുമായ പൊതുബോധം സൃഷ്ടിക്കൽ തന്നെയാണ് ഇവർ ഒളിച്ചു കിടത്തുന്ന പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അതായത് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന പോലെ നിയമ സംവിധാനങ്ങളെ ദുരുപയോഗിച്ചവരെ കൊണ്ട് തന്നെ അതേ നിയമ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ പ്രക്രിയകളിൽ വീണ്ടും ഇടപെടുവിച്ച് തിരുത്തുന്ന എന്ന പൊങ്ങച്ചം ആഘോഷിക്കൽ. ഇനിയും മറ്റൊരു വശം ചിന്തിച്ചാൽ മതപരിവർത്തനത്തിന്റെ ഇരകളായ ഹിന്ദുക്കളോട് വഞ്ചനാപരമായ നിലപാടെടുത്തതുകൊണ്ട് കേസ് നേർപിടിച്ചെടുക്കുകയോ ഇല്ലാതാക്കുകയോ 4 വോട്ടിന് വേണ്ടി അമിത്ഷാ നേരിട്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നുള്ള വികാരം ജനിപ്പിക്കുകയും ഹിന്ദു സമൂഹത്തിന് കേന്ദ്ര സർക്കാരിൽ അവമതിപ്പും അവിശ്വാസവും വളർത്തി BJPയുടെ ഇവിടുത്തെ പരമ്പരാഗത വോട്ടിൽ ചോർച്ചയോ നിസ്സംഗതയോ ഉണ്ടാക്കിയെടുക്കുക എന്നതും ഇവരുടെ ലക്ഷ്യം തന്നെയാണ്. ഇപ്രകാരം ബഹുലക്ഷങ്ങളുടെ തൽപര കക്ഷികൾ പാകപ്പെടുത്തി പുറത്തിറക്കിയ ഒരു വാർത്തയാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ എതിർത്തില്ലെന്നും അമിത്ഷാ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് നേതാക്കൾ അറിയിക്കുന്നുണ്ട് എന്നതാണല്ലോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അമിത്ഷാ അങ്ങനെയൊന്ന് പറഞ്ഞുവോ? ഇല്ലെങ്കിൽ പറയുമോ? അല്ലെങ്കിൽ പറയാമോ? തിങ്ക്.